ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകമാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഭാഗത്തിലേക്ക്. കടമറ്റത്തു കത്തനാർ. നാടെങ്ങും കീർത്തി കേട്ട ഒരു മഹാമാന്ത്രികനായിരുന്നു കടമറ്റത്ത് കത്തനാർ. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ഒരു സാധു കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത്. പള്ളിയിൽ കൊണ്ടുപോയി ജ്ഞാനസ്നാനം ചെയ്തപ്പോൾ പൗലോസ് എന്ന പേരാണ് മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും അദ്ദേഹത്തിന് നൽകിയത്. പിന്നീട് കൊച്ചു പൗലോസ് എന്നാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അദ്ദേഹത്തെ ഓമനിച്ച് വിളിച്ചത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കൊച്ചു പൗലോസ് ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അവൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. അതോടെ ജീവിതം വഴിമുട്ടി നിന്നു. ആ അനാഥ ബാലൻ്റെ ബന്ധുക്കൾ കടമറ്റം പള്ളിയിലേക്ക് കൊണ്ടുപോയി. അവർ അവിടുത്തെ വികാരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ കൊച്ചു പയ്യൻ്റെ അപ്പനും അമ്മയും യാത്ര പറഞ്ഞിട്ട് കുറേ ദിവസമായി. നല്ല ബുദ്ധിയും വിവേകവുമുള്ള പയ്യനാണ്. അച്ഛൻ ഇവനെ ഏറ്റെടുക്കണം. നല്ലവനായ വികാരി അച്ഛൻ മറുത്തൊന്നും പറഞ്ഞില്ല. ശരി, ഇവൻ എൻ്റെ മകനെ പോലെ ഇവിടെ വളരട്ടെ. വികാരി അച്ഛൻ കൊച്ചു പൗലോസിൻ്റെ കുഞ്ഞു നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു. എന്നിട്ട് വാത്സല്യത്തോടെ പള്ളിമേടയിലേക്ക് കയറ്റി. മകനെ, നിന്നെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കും. അദ്ദേഹം അവൻ്റെ ശിരസിൽ കൈവച്ചു. പിന്നെ അവന് പട്ടിണി എന്താണെന്ന് അറിയേണ്ടി വന്നിട്ടില്ല. വികാരി അച്ഛൻ വാക്കു പറഞ്ഞതുപോലെ തന്നെ പിതൃവാത്സല്യത്തോടെ അവനെ വളർത്തി. കൊച്ചു പൗലോസ് വളർന്നു വലുതായപ്പോൾ വികാരി അച്ഛൻ ഒരു വൈദികനാകാൻ വേണ്ട വേദപാഠങ്ങളൊക്കെ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിനിടയിൽ പള്ളിവളപ്പിൽ പച്ചക്കറികൾ നട്ടുനനച്ചും പൂച്ചെടികൾ വെച്ചു പിടിപ്പിച്ചും അവിടെയുള്ള കന്നുകാലികളെ പരിപാലിച്ചും കൊച്ചു പൗലോസ് വികാരി അച്ഛൻ്റെ ഇഷ്ടഭാജനമായി. എന്തിനു പറയുന്നു, കടമറ്റത്തുള്ള നാനാജാതി മതസ്ഥർക്കും പൗലോസ് വേണ്ടപ്പെട്ടവനായി മാറി. ദൈവഭക്തിയിലും അരൂപിയിലും അവൻ വളർന്നു. താമസിയാതെ വികാരി അച്ഛൻ അവന് ഷെമ്മാശ പട്ടം നൽകി. അന്നു മുതൽ അവൻ നാട്ടുകാരുടെ പൗലോസ് ചെമ്മാച്ചനായി അംഗീകരിക്കപ്പെട്ടു. കടമറ്റം പള്ളിയിലെ വികാരി അച്ഛന് പശുക്കളോട് എന്തെന്നില്ലാത്ത വാത്സല്യമായിരുന്നു. പള്ളിവളപ്പിൽ അദ്ദേഹം ധാരാളം പശുക്കളെ വളർത്തിയിരുന്നു. ഒരിക്കൽ ഒരു രാത്രിയിൽ ഭയങ്കരനായ ഒരു കടുവ വന്ന് അക്കൂട്ടത്തിൽ നിന്ന് ഒരു പൂവാലി പശുവിനെ തട്ടിക്കൊണ്ടുപോയി. ഒച്ചയും ബഹളവും കേട്ട് വികാരി അച്ഛൻ പള്ളിമേടയിൽ ഉറങ്ങിക്കിടന്ന പൗലോസ് ചെമ്മാച്ചനെ വിളിച്ചുണർത്തി. ചെമ്മാച്ച, വേഗം എഴുന്നേൽക്ക്. നമ്മുടെ പുള്ളിപ്പൂവാലിയെ കടുവ പിടിച്ചു. കുറച്ചു ദൂരം ഒന്ന് അന്വേഷിക്കാം. വികാരി അച്ഛൻ്റെ വിളി കേൾക്കേണ്ട താമസം ചെമ്മാച്ചൻ ചാടി ഉണർന്നു. വികാരി അച്ഛൻ്റെ സങ്കടം കണ്ട് ചെമ്മാച്ചൻ പെട്ടെന്നു തന്നെ അയൽക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി. വടിയും തടിയും കുന്തങ്ങളും പന്തങ്ങളുമായി അവരുടെ സംഘം കാട്ടിലേക്ക് യാത്രയായി. പക്ഷേ എന്തു പ്രയോജനം? കുറേ നേരം അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞിട്ടും അവർക്ക് പശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് പോകാം. നടന്നു നടന്ന് കാല് കുഴഞ്ഞു, വികാരി അച്ഛൻ പറഞ്ഞു. എല്ലാവരും വലിയ ഖേദത്തോടെ മലയിറങ്ങി. അടിവാരത്തിലെത്തിയപ്പോഴാണ് വികാരി അച്ഛൻ ചെമ്മാച്ചനെ തിരക്കിയത്. ഏയ് ചങ്ങാതിമാരെ, നമ്മുടെ പൗലോസ് ചെമ്മാച്ചനെവിടെ? എല്ലാവരും നാലുപാടും നോക്കി. അവരുടെ കൂട്ടത്തിൽ ചെമ്മാച്ചൻ ഉണ്ടായിരുന്നില്ല. കുറേ പേർ പിന്നെയും കാട്ടിൽ കയറി ചെമ്മാച്ചനെ തിരക്കി. പക്ഷേ ഒരെത്തും പിടിയും കിട്ടിയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വികാരി അച്ഛനും കൂട്ടരും പള്ളിമേടയിൽ തിരിച്ചെത്തിയത്. പിന്നെ പല ദിവസങ്ങളിലും ചെമ്മാച്ചനു വേണ്ടിയുള്ള തെരച്ചിൽ നടന്നു. ഒരു ഫലവും ഉണ്ടായില്ല. ചെമ്മാച്ചൻ കടുവയുടെ പിടിയിൽപ്പെട്ടിട്ടുണ്ടാകും. വികാരി അച്ഛനും നാട്ടുകാരും അങ്ങനെ വിധിയെഴുതി. പക്ഷേ ചെമ്മാച്ചന് അതൊന്നുമല്ല പറ്റിയത്. അദ്ദേഹം മറ്റൊരു കുരുക്കിലാണ് ചെന്ന് ചാടിയത്. വഴിയറിയാതെ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ ചെമ്മാച്ചൻ ഒരു വലിയ ഗുഹയുടെ കവാടത്തിലാണ് എത്തിച്ചേർന്നത്. പെട്ടെന്ന്
ചപ്രത്തലമുടിയും നീണ്ട താടിയുമുള്ള ഒരു ഭീകരൻ വന്ന് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. ഗുഹയിലെത്തിയ ചെമ്മാച്ചൻ ചുറ്റും നോക്കി. കറുത്ത തടിച്ച ഒരു കൂട്ടം ഭീകരന്മാർ അവിടെവിടെയായി കാവൽ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. അവരുടെ കയ്യിൽ കൂർത്ത് മിനുത്ത കുന്തങ്ങളും അറ്റം വളഞ്ഞ വെട്ടുകത്തികളും ഉണ്ടായിരുന്നു. ഒത്ത നടുവിൽ അസ്ഥിമാലയണിഞ്ഞ ഒരു നരയൻ അപ്പൂപ്പൻ. മൂപ്പ, ഞങ്ങൾ ഇവനെ കൊല്ലണോ, തിന്നണോ? ചുറ്റും നിന്ന ഭീകരന്മാർ ആക്രോശത്തോടെ അപ്പൂപ്പനോട് ചോദിച്ചു. ഇപ്പം കൊല്ലണ്ട, എല്ലാവരും പൊയ്ക്കൊള്ളൂ. ഞാൻ ഇയാളെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. മൂപ്പൻ അരുളി ചെയ്തു. കാട്ടിലെ കൊടികെട്ടിയ മന്ത്രവാദിയായിരുന്നു ആ കാട്ടുമൂപ്പൻ. അയാൾ ചെമ്മാച്ചനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ചെമ്മാച്ചൻ്റെ എളിമയും കുറുക്കിക്കൊള്ളുന്ന സംസാരവും മൂപ്പന് നന്നേ ഇഷ്ടപ്പെട്ടു. മൂപ്പൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ പാർത്തോളൂ. കയ്യിലുള്ള സകല മന്ത്രതന്ത്രങ്ങളും പരിശീലിപ്പിച്ചു തരാം. തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് ചെമ്മാച്ചന് മനസ്സിലായി. ചുറ്റും ഭീകരപ്പട കാവൽ നിൽക്കുകയാണ്. മൂപ്പൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് മന്ത്രവിദ്യകൾ പരിശീലിക്കുകയേ നിവൃത്തിയുള്ളൂ. വേറെ മാർഗമൊന്നുമില്ല. അദ്ദേഹം മന്ത്രതന്ത്രാദികൾ പരിശീലിക്കാൻ തുടങ്ങി. വർഷം 12 കടന്നുപോയി. കാട്ടുമൂപ്പനെ പോലും അതിശയിപ്പിക്കുന്ന മന്ത്രവിദ്യകൾ പലതും ചെമ്മാച്ചൻ പഠിച്ചു. അദ്ദേഹം ഒരു മഹാമാന്ത്രികനായി മാറി. ഇനി എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ തീരൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. കാവൽക്കാരെ എല്ലാം മന്ത്രവിദ്യകൾ കൊണ്ട് മയക്കി കിടത്തിയിട്ട് ചെമ്മാച്ചൻ ഒരു ദിവസം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. കടമറ്റം പള്ളിയിലെത്തിയ ചെമ്മാച്ചനെ പഴയ വികാരിയച്ഛൻ തിരിച്ചറിഞ്ഞില്ല. അവർ തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ കുറേ ഭീകരന്മാർ പിന്നാലെ വന്ന് ചെമ്മാച്ചനെ പിടികൂടാൻ ശ്രമിച്ചു. ചെമ്മാച്ചൻ മന്ത്രവിദ്യ കൊണ്ട് അവരെ എല്ലാം പമ്പരം കറക്കി. അവർ പേടിച്ച് കാട്ടിലേക്ക് ഓടിമറഞ്ഞു. വലിയ അത്ഭുതസിദ്ധികൾ പലതും നേടിക്കൊണ്ടാണ് തൻ്റെ ചെമ്മാച്ചൻ തിരിച്ചു വന്നിരിക്കുന്നതെന്ന് വികാരിയച്ഛന് ബോധ്യമായി. ഒട്ടും വൈകാതെ അദ്ദേഹം ചെമ്മാച്ചന് കത്തനാർ പട്ടം നൽകി. അതോടെ അദ്ദേഹം പലരുടെയും മാറാ രോഗങ്ങൾ മാറ്റി. ആപത്തിൽ കുടുങ്ങിയ പലരെയും സ്വന്തം മന്ത്രവിദ്യ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുത്തി. അല്പകാലം കൊണ്ട് കടമറ്റത്ത് കത്തനാർ എന്ന പേരിൽ അദ്ദേഹം നാട്ടിലെങ്ങും വിഖ്യാതനായി. അടുത്ത കഥ കത്തനാരും കരിമല യക്ഷിയും. പണ്ട് തിരുവനന്തപുരത്തേക്ക് പോകാൻ ഒരൊറ്റ വെട്ടുവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്ലും മുള്ളും കരിന്തേരട്ടയും മൂർഖൻ പാമ്പും നിറഞ്ഞ ഒരു ഭയാനകമായ വഴിയായിരുന്നു അത്. വഴിയുടെ ഇരുവശവും കാടുപിടിച്ച് ആരെയും പേടിപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു. പകൽ നേരത്തു പോലും ആ വഴിക്ക് കാൽനടയായി പോകാൻ ആളുകൾ വല്ലാതെ ഭയപ്പെട്ടു. ഒരിക്കൽ ഒരു നട്ടുച്ച നേരത്ത് ഏതാനും വഴിപോക്കർ ആ വഴിക്ക് യാത്ര പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരലർച്ച കേട്ട് അവർ നടുങ്ങി. വഴിവക്കിൽ നിൽക്കുന്ന ഒരു ഏഴിലം പാലയ്ക്ക് മുകളിൽ നിന്നായിരുന്നു ആ ഭയാനക ശബ്ദം കേട്ടത്. അമ്മേ, എന്താണത്? അവർ ഞെട്ടിത്തിരിഞ്ഞ് പാലമരത്തിലേക്ക് നോക്കി. അപ്പോഴതാ പാലക്കൊമ്പിൽ നിന്ന് അതിസുന്ദരിയായ ഒരു മാതകറാണി ചാടി ഇറങ്ങി വരുന്നു. വന്നപാടെ അവൾ അവരോട് ചോദിച്ചു, യാത്രക്കാരെ, നിങ്ങളുടെ കയ്യിൽ ചുണ്ണാമ്പുണ്ടോ? ചോദ്യം കേട്ടതോടെ പേടികൊണ്ട് പാവം യാത്രക്കാരുടെ നാവിറങ്ങിപ്പോയി. ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ അവർ നിന്ന് വിറച്ചു. പലരുടെയും കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു. എങ്കിലും അക്കൂട്ടത്തിൽ അല്പം ധൈര്യമുള്ള ഒരാൾ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ചുണ്ണാമ്പില്ല. അത് കേട്ടതോടെ അവൾ അമർഷത്തോടെ ചവിട്ടിക്കുതിച്ച് പാലമരത്തിലേക്ക് കയറിപ്പോയി. അവൾ കണ്ണിൻ വെട്ടത്തു നിന്ന് മറഞ്ഞപ്പോൾ കൂട്ടത്തിലെ പേടിത്തൊണ്ടന്മാർ ഇടറുന്ന തൊണ്ടയോടെ ചോദിച്ചു, ആരാണത്? അവൾ ഇനിയും വരുമോ? അതാണ് കരിമല യക്ഷി. ചുണ്ണാമ്പ് കൊടുത്തിരുന്നെങ്കിൽ അവൾ നമ്മളെ തട്ടിക്കൊണ്ടുപോയി ചോര കുടിച്ചേനെ, കൂട്ടത്തിലെ ധൈര്യവാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത്
ശരിയായിരുന്നു. ചുണ്ണാമ്പ് ചോദിച്ച് ആളുകളെ വശീകരിച്ചു കൊണ്ടുപോയി കൊല്ലുന്ന ഭയങ്കരിയായിരുന്നു അവൾ. കരിമല യക്ഷി എന്ന പേരിലാണ് അവൾ അറിയപ്പെടുന്നത്. അതുവഴി പോയ പലരെയും തട്ടിക്കൊണ്ടുപോയി യക്ഷി ചോര കുടിച്ച സംഭവം നാട്ടിലെല്ലാം ഇതിനകം പാട്ടായിരുന്നു. വഴിപോക്കരുടെ പല്ലും നഖങ്ങളും മാത്രം അവിടെ ചിതറിക്കിടക്കും. ഇതറിഞ്ഞതോടെ ആളുകൾ തിരുവനന്തപുരത്തേക്ക് പോകാതായി. ആളുകളുടെ ആവലാതിയും വേവലാതിയും പെരുകിയപ്പോൾ കൊടിമൂത്ത പല മന്ത്രവാദികളും അവിടെ എത്തി. യക്ഷിയെ പിടിച്ചുകെട്ടാൻ അവർ പഠിച്ച പണി 18 പയറ്റി നോക്കി. പക്ഷെ എന്തു ബലം! മന്ത്രവാദികളെയെല്ലാം കരിമല യക്ഷി പമ്പരം കറക്കി. എന്തിനു പറയുന്നു, ചിലരെയെല്ലാം അവൾ കൊന്നു കൊല വിളിച്ചു. തോറ്റൊടിയ മന്ത്രവാദികളിൽ ചിലർ പറഞ്ഞു, കടമറ്റത്ത് പേരെടുത്ത ഒരു മഹാമാന്ത്രികനുണ്ടെന്ന് കേട്ടു. അവിടുത്തെ പള്ളിയിലെ കത്തനാരാണത്രേ കടമറ്റത്തു കത്തനാർ. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു കൊണ്ടുവന്നാലോ? അത് കൊള്ളാം പലരും അഭിപ്രായപ്പെട്ടു. അവരിൽ കുറേ പേർ പിറ്റേ ദിവസം തന്നെ കടമറ്റത്തെത്തി കത്തനാരെ കണ്ട് ആവലാതി ബോധിപ്പിച്ചു. കരിമല യക്ഷിയെ കൊണ്ട് ജനങ്ങൾ കിടക്കപ്പൊറുതിയില്ലാതായി. ഞങ്ങളെല്ലാം അവളുടെ മുന്നിൽ തോറ്റു തുലഞ്ഞു. ഇനി അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ശരണം. ശരി, ഞാനൊന്ന് പരീക്ഷിക്കാം, അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് കരിമല യക്ഷിയെ പിടികൂടാനായി കടമറ്റത്ത് കത്തനാർ ഇറങ്ങി പുറപ്പെട്ടത്. കൂരിരുട്ടുള്ള ഒരു രാത്രിയായിരുന്നു അത്. നാലുപാടു നിന്നും ചീവീടുകളുടെയും മൂങ്ങകളുടെയും പേടിപ്പെടുത്തുന്ന മൂളൽ ഉയർന്നു കേൾക്കാം. മിന്നാമിനുങ്ങുകൾ തെളിക്കുന്ന വെളിച്ചം മാത്രം കണ്ടുകൊണ്ട് കടമറ്റത്തു കത്തനാർ മുന്നോട്ടു നീങ്ങി. വള്ളിപ്പടർപ്പുകളും മരച്ചില്ലകളും വകഞ്ഞു മാറ്റിയ അദ്ദേഹം കരിമലയ്ക്കരികിലെ ഏഴിലം പാലച്ചുവട്ടിലെത്തി. അപ്പോഴാണ് പിന്നിൽ നിന്ന് കത്തനാർ ഒരു ചോദ്യം കേട്ടത്. ചുണ്ണാമ്പുണ്ടോ കയ്യിൽ? ഉണ്ടല്ലോ, ഇതാ പിടിച്ചോളൂ. അദ്ദേഹം ഒരു ഇരുമ്പാണിയിൽ ചുണ്ണാമ്പ് തേച്ച് അവളുടെ നേർക്കു നീട്ടി. അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ആ ഇരുമ്പാണി മാന്ത്രിക ശക്തി കൊണ്ട് അവളുടെ നെറുകയിൽ തറച്ചു. അതോടെ കരിമലയക്ഷിയുടെ സകല ശക്തിയും ഇല്ലാതായി. അവൾ ഒരു നായ്ക്കുട്ടിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ നക്കി തുടയ്ക്കാൻ തുടങ്ങി. പിന്നെ ഒരടിമയെപ്പോലെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. കത്തനാർ അവളെയും കൊണ്ട് താഴ്വരയിൽ തനിക്ക് കൂടുതൽ പരിചയമുള്ള ഒരു പഴയ നാലുകെട്ടിലേക്ക് കടന്നു ചെന്നു. ഒരു നേത്യാരമ്മയും കുടുംബവുമാണ് അവിടെ താമസിച്ചിരുന്നത്. കത്തനാരുടെ കൂടെ രാത്രിയിൽ ഒരു സുന്ദരി പെണ്ണ് വരുന്നത് കണ്ട് നേത്യാരമ്മയ്ക്ക് വല്ലാത്ത ജാള്യത തോന്നി. അവർ ചോദിച്ചു, കത്തനാരെ, അങ്ങ് എന്താ ഈ രാത്രിയിൽ ഒരു പെണ്ണിനെയും കൂട്ടി വരുന്നത്? ഇതാരാ? ഇവളെ മനസ്സിലായില്ലേ? ഇവൾ എൻ്റെ കുശിനിയിലെ പാചകക്കാരിയാണ്. നന്നായിട്ട് പാചകം ചെയ്യും. കത്തനാർ തട്ടിവിട്ടു. എങ്കിൽ നന്നായി. ഞാനിവിടെ ഒരു വേലക്കാരിയെ കിട്ടാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. ഏതായാലും ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കൊള്ളൂ, നേത്യാരമ്മ പറഞ്ഞു. ഓഹോ, അങ്ങനെയാകട്ടെ. തൽക്കാലം ഇവൾ അല്പം അത്താഴം തയ്യാറാക്കട്ടെ. എനിക്ക് വിശന്നിട്ട് വയ്യ, കത്തനാർ അറിയിച്ചു. നേത്യാരമ്മ അവളെയും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അപ്പോൾ കത്തനാർ പറഞ്ഞു, അമ്മേ, അത്താഴം തയ്യാറാകുമ്പോഴേക്കും ഞാനൊന്ന് നീരാട്ടുകടവിൽ മുങ്ങിക്കുളിച്ചിട്ട് വരാം. കുറച്ചു നേരം കൊണ്ട് അത്താഴം തയ്യാറായി. അപ്പോൾ നേത്യാരമ്മ പറഞ്ഞു, എടി പെണ്ണേ, നിന്റെ മുടിയൊക്കെ വല്ലാതെ അഴിഞ്ഞുലഞ്ഞു കിടക്കുന്നല്ലോ. ഞാനൊന്ന് ചീകി കെട്ടിത്തരാം. അല്ലെങ്കിൽ ചോറിലോ മറ്റോ പാറി വീണാലോ. നേത്യാരമ്മ അവളുടെ മുടി ചീകാൻ തുടങ്ങി. അപ്പോഴാണ് നെറുകയിൽ ഒരാണി തറഞ്ഞിരിക്കുന്നത് കണ്ടത്. അവർ അതെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അത്ഭുതം! ആ നിമിഷത്തിൽ അവളുടെ രൂപം മാറി. അവൾ പഴയ കരിമലയക്ഷിയായി ദംഷ്ട്രകൾ കാട്ടി അലറി. പാവം നേത്യാരമ്മ പേടിച്ച് ബോധം കെട്ട് തറയിൽ വീണു. കത്തനാർ മുങ്ങിക്കുളി കഴിഞ്ഞെത്തിയപ്പോൾ നേത്യാരമ്മ നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത്. യക്ഷി തന്നെ പറ്റിച്ച് സ്ഥലം വിട്ടുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവളെ തേടി ഇരുട്ടിൽ തപ്പിയും തടഞ്ഞും യാത്രയായി. ഒടുവിൽ പുഴക്കടവിൽ അവളെ കണ്ടെത്തി.
അവൾ ഒരു തോണിയിൽ അക്കരയ്ക്ക് പോകുന്നതാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം ഉടനെ വാഴയിൽ നിന്ന് ഒരു തൂശനില വെട്ടി വെള്ളത്തിലിട്ട് തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് പിന്നാലെ തുഴഞ്ഞു ചെന്നു. പിടികൂടുമെന്നായപ്പോൾ അവൾ പറഞ്ഞു, കത്തനാരെ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. മേലിൽ ഞാൻ ഒരാളെയും ഉപദ്രവിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. മേലിൽ ആരെയും ഉപദ്രവിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തതോടെ കത്തനാർ അവൾക്ക് മാപ്പു നൽകി. താമസിയാതെ അദ്ദേഹം അവിടെ നിന്നും മടങ്ങി. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം ഉളിയന്നൂർ പെരുന്തച്ചൻ എന്ന കഥ കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. താങ്ക് യു.